റെഡി സാർ നമസ്കാരം. രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് അറിയിക്കുവാനാണ് ഇപ്പോൾ അവധി ദിവസമാണെങ്കിലും വിളിച്ചത്. ഒന്ന്, ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയുടെ മകളുടെ ചില ബിസിനസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇന്നലെ കണ്ണൂരും തിരുവനന്തപുരത്തും റെയ്ഡ് നടത്തിയിരുന്നു. നമുക്കറിയാം, ഇത്തരത്തിലേക്കുള്ള കേസുകൾ വരുമ്പോഴേക്കും പരിശോധനകൾ നടക്കുന്നത് സ്വാഭാവികമാണ്. കഴിഞ്ഞ തവണ ഇങ്ങനെയുള്ള പരിശോധനയൊക്കെ മുൻ ഗവൺമെൻറ് സമയത്തൊക്കെ നടന്നപ്പോഴേക്കും അങ്ങനെയുള്ള പരിശോധനകൾ ആവശ്യമായ ഘട്ടത്തിൽ വേണ്ടിവരും എന്നൊക്കെ തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്വേഷണ ഏജൻസികൾ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഘടന കൃത്യമായിട്ട് പരിപാലിച്ചു പോകുന്നതിന് നിയോഗിക്കപ്പെട്ട ഏജൻസികൾ അന്വേഷണം നടത്തി പൂർത്തിയാകുന്ന സമയത്ത്, അല്ലെങ്കിൽ അന്വേഷണം നടക്കുന്ന സമയത്ത് അവരെ അതിന് തടസ്സപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തി ഇത്തരത്തിലുള്ള തുടർ നടപടികളിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നത് അങ്ങേയറ്റം തന്നെ പ്രതിഷേധാർഹമാണ്, വളരെ ഗൗരവമായ വിഷയമാണ്. സ്ത്രീകളടങ്ങുന്ന കേന്ദ്രസേനയുടെ ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും പോയ സമയത്ത് മുതിർന്ന നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് അവർക്കെതിരെ ആക്രമണം അഴിച്ചുവിടാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയും അതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളും നടന്നത്. തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന കുപ്രസിദ്ധരായ ക്രിമിനൽ സംഘം പലരും അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇന്ന് പോലീസ് ചിലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിലപ്പുറം ആൾക്കാരെ പങ്കെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, അതിൽ ഫോട്ടോയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കാറ് പോകുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തി ചുടുകല്ലെറിയുന്നതൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് മാധ്യമങ്ങളിലൊക്കെ വന്ന ചിത്രമാണ്. അവരൊന്നും തന്നെ പ്രതി ചേർക്കുവാൻ അറസ്റ്റ് ചെയ്യാനും തയ്യാറായിട്ടില്ല. അപ്പോൾ ഇത് രാജ്യത്തിൻ്റെ തന്നെ വളർച്ചയ്ക്ക് വലിയൊരു തടസ്സമാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ക്രമക്കേട് കാണിക്കുന്നവരെയൊന്നും അന്വേഷണ ഏജൻസികൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. നിരപരാധികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതി മുമ്പാകെ ബോധ്യപ്പെടുത്താം, ED അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുൻപാകെ ബോധ്യപ്പെടുത്താം. അപ്പോൾ ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കണം. ഇപ്പോൾ പറയുന്ന പ്രതിപട്ടികയിൽ പറയുന്നവരോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരോ ഒന്നും മാത്രമല്ല, അല്ലെങ്കിൽ തിരുവനന്തപുരം ഉൾപ്പെടെ പല സ്ഥലങ്ങളും വീണ്ടും കൂടുതൽ സംഘർഷഭരിതമാകാനുള്ള സാധ്യതയുണ്ട്. ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കണം. ഒരു സമരത്തിൻ്റെ കേസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രാഷ്ട്രീയ തർക്കത്തെ കൈകാര്യം ചെയ്യുന്നതുപോലെ പോലീസ് സംവിധാനം ഇക്കാര്യങ്ങളെ കാണരുത് എന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ എന്നുള്ള നിലയ്ക്ക് സൂചിപ്പിക്കുകയാണ്. അടിയന്തരമായിട്ട് ഇവരെ കണ്ടുപിടിക്കണം. ഇവരൊന്നും കിട്ടാത്തവരൊന്നും അല്ലല്ലോ, ഇവരൊന്നും അങ്ങനെ പിടിക്കാൻ പറ്റാത്ത തരത്തിൽ ഇൻ്റർനാഷണൽ കുറ്റവാളികളൊന്നും അല്ലല്ലോ. ഇവരെയൊക്കെ ഒരു 10 മിനിറ്റ് കൊണ്ട് അറസ്റ്റ് ചെയ്യാമെന്നല്ലേ ഉള്ളൂ. അത് അങ്ങേറ്റം തന്നെ പ്രതിഷേധാർഹമാണ്. നമ്മുടെ രാജ്യത്തിന് തന്നെ മൊത്തത്തിൽ നാണക്കേടാണ്, തിരുവനന്തപുരം പട്ടണം നാണക്കേടാണ്. ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് തിരുവനന്തപുരം പോലെ സ്റ്റേറ്റ് ക്യാപിറ്റൽ വന്നിട്ട് ഒരു അന്വേഷണം നടത്തി അവർക്ക് ജീവനോടെ തിരിച്ചു പോകാൻ സാധിക്കില്ല എന്നൊരവസ്ഥ വരുന്നത് തിരുവനന്തപുരത്ത് നിന്നും കേരളത്തിന് മുഴുവൻ നാണക്കേടാണ്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങൾ അടിയന്തരമായ നടപടി സ്വീകരിക്കണം. IPS ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ ക്രിമിനലുകളുടെ മുമ്പിൽ മുട്ടിവിറച്ച് നിൽക്കുന്നത് ഒരു ഭരണകൂടത്തിന് ആശാസ്യമല്ല. ഞാനിപ്പോൾ ഇത്രയാണ് സൂചിപ്പിക്കുന്നത്, പിന്നീട് നമുക്ക് വേറെ നോക്കാം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം നിങ്ങളെ അറിയിക്കാനുള്ളത്, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഈ ഭരണസമിതി ചുമതല ഏറ്റതിന് ശേഷം ഞങ്ങൾ നിരവധി കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ തന്നെ അറിയാം. അപ്പോൾ കോർപ്പറേഷൻ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളിൽ താല്പര്യം പൂണ്ട പലരും തന്നെ പൊതുസമൂഹത്തോട് വളരെയധികം കടപ്പാടും സ്നേഹവുമുള്ളവരൊക്കെ തന്നെ പല കാര്യങ്ങളിലും ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരാളൊരു വീട് വെച്ച് തരാമെന്ന് പറഞ്ഞത് ഞാൻ സഭയിൽ തന്നെ പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രമാണം ചെയ്യുവാനുള്ള സാമ്പത്തിക സഹായം അവർക്ക് ചെയ്തിട്ടുണ്ട്. പ്രമാണം കഴിഞ്ഞ് പ്ലാൻ വരച്ച അനുസരിച്ച് അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകും. അപ്പോൾ ഈ സ്കൂൾ തുറക്കുന്ന സമയം നമുക്കറിയാം, ഇപ്പം ഞാനൊരു ഗവൺമെൻറ് സർക്കാർ സ്കൂളിൽ ഗ്രാമപ്രദേശത്ത് പഠിച്ചതാണ്. അപ്പോൾ നിരവധി കുട്ടികൾക്ക്, പ്രത്യേകിച്ച് സർക്കാർ സ്കൂളിലും എയ്ഡഡ് സ്കൂളിലുമുള്ള ചില എയ്ഡഡ് സ്കൂളുകളിലുള്ള കുട്ടികൾക്ക് ഇപ്പോഴും പുസ്തകവും ബാഗും ഒക്കെ വാങ്ങാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് കോർപ്പറേഷൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൈത്താങ്ങായി മാറണം,
കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങളെന്ന് ഞങ്ങൾ ഭരണസമിതി വരുന്നതിന് മുമ്പ് തന്നെ ആലോചിച്ചിരുന്ന കാര്യമാണ്. ഈ ജൂൺ മാസം സ്കൂൾ തുറക്കുമ്പോഴേക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഗവൺമെൻറ് സ്കൂളുകളിൽ നിന്നും ചില എയ്ഡഡ് സ്കൂളുകളിൽ നിന്നും, അത് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് 5050 കുട്ടികൾക്ക്, ഒരു വാർഡിൽ 50 കുട്ടികൾക്ക് വച്ചിട്ട് 5050 കുട്ടികൾക്ക് ഞങ്ങൾ കിറ്റ് കൊടുക്കുകയാണ്. അതായത് ഒരു സ്കൂൾ ബാഗ്, ഹൈസ്കൂളിനാണെന്നുണ്ടെങ്കിൽ ആവശ്യമായ നോട്ട്ബുക്ക്, അതോടൊപ്പം തന്നെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഉണ്ടാവും, അതിൽ വാട്ടർ ബോട്ടിലുണ്ടാവും. ഇപ്പോൾ എന്താ താഴത്തെ കുട്ടികൾക്ക്, ചെറിയ ക്ലാസ്സിൽ LP സ്കൂളിലെ കുട്ടികൾക്ക് വാട്ടർ ബോട്ടിൽ ഉണ്ടാവും, ഹൈസ്കൂളിന് ടിഫിൻ ബോക്സ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ അതിൽ കുട ഉണ്ടാവും. ഇങ്ങനെ അത്യാവശ്യം കുട്ടികൾക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ കൂടെ വെച്ചിട്ട് ഒരു കിറ്റ് കൊടുക്കുന്നുണ്ട്. അതിൽ വിദ്യാഭ്യാസ വകുപ്പാണ് അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ശനിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് കോർപ്പറേഷൻ ഓഫീസിൽ വെച്ച് അത് കൊടുക്കും. അതിനുശേഷം കൗൺസിലർമാർ വാർഡുകളിൽ പോയി അതാത് വാർഡുകളിലെ സ്കൂളുകളിൽ വിതരണം ചെയ്യും. അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുകയാണ്. കോർപ്പറേഷൻ്റെ ഫണ്ടിൽ നിന്നും പണമെടുക്കുന്നില്ല. കോർപ്പറേഷൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നോ തനത് ഫണ്ടിൽ നിന്നോ ഒന്നും തന്നെ സാമ്പത്തികം ശേഖരിക്കാതെ കോർപ്പറേഷൻ മേയർ എന്നുള്ള നിലയ്ക്ക് വ്യക്തികൾ സഹായിക്കുന്ന വ്യക്തികളുടെ കയ്യിൽ നിന്നും പണമായിട്ടല്ല, നമ്മൾ ഏത് തരത്തിലുള്ള സഹായമാണോ ചെയ്ത് ആ ഉൽപ്പന്നമായിട്ടാണ് സ്വീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില ബാങ്കുകൾ CSR ഫണ്ട് തരുന്നുണ്ട്. അത് CSR ഫണ്ടായി ഞങ്ങൾ വാങ്ങുന്നില്ല, ഞങ്ങൾ കിറ്റായിട്ടാണ് വാങ്ങുന്നത്. ഇവിടെ പറയുന്ന എണ്ണം കിറ്റ്, അവർക്ക് എത്ര പണമാണോ തരാൻ പറ്റുന്നത് അതിനനുസരിച്ചുള്ള കിറ്റ് ഇവിടെ വാങ്ങി ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയുള്ള പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് മേയർ കെയർ എന്നൊരു പരിപാടിയാണ്, ഒരു പേരാണ് കൊടുത്തിരിക്കുന്നത്. മേയർ കെയർ എന്ന പേരിൽ ഞങ്ങൾ അർഹരായ കുട്ടികളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എല്ലാവരുടെയും പിന്തുണ ആവശ്യമാണ്. വളരെ വലിയ പ്രോത്സാഹനമാണ് ലഭിക്കുന്നത്. 5000 കുട്ടികൾക്ക്, 5050 കുട്ടികൾ, 101 വാർഡിലായിട്ട് 5050 കുട്ടികൾക്കാണ് കിറ്റ് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ വിഷ്വൽ അതിലുണ്ട്. നിങ്ങൾക്ക് ക്യാമറ ഒന്ന് കൂട്ടാക്കിയാൽ ഒന്ന് പ്ലേ ചെയ്യിച്ച സജീവ്. ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ ചിലർ കിട്ടിക്കാണും. ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ. ഒരു വാർഡിൽ 50 നമ്മളിപ്പോൾ കൊടുക്കുക. അപ്പോൾ 101 വാർഡിലായിട്ട് 5050 പേർക്ക് ഇപ്പോൾ കൊടുക്കുന്നു. വരും വർഷങ്ങളിൽ ഞങ്ങളിത് തുടരും. അപ്പോൾ അടുത്ത വർഷങ്ങളിൽ ഇത് തുടക്കം എന്നുള്ള നിലയ്ക്കാണ്. പിന്നെ മറ്റുള്ള കാര്യങ്ങളിലും ഇപ്പോൾ ചികിത്സാ കാര്യങ്ങളിൽ ഉൾപ്പെടെ ഇങ്ങനെ നമുക്ക് വരുന്ന സഹായം പലരും ഓഫർ ചെയ്യുന്നുണ്ടല്ലോ, അത് ചെയ്യാവുന്നുണ്ട് വെച്ചാൽ. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങൊക്കെ കൗൺസിലർമാർ കഴിഞ്ഞ 2 ദിവസമായിട്ട് കൗൺസിലർമാരൊക്കെ തന്നെ അടുത്ത ഹാളിലൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വിഷ്വൽ എടുക്കാം. അപ്പോൾ ഇത്രയും കാര്യം, ഈ 2 കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ല, വിദ്യാഭ്യാസ വകുപ്പിനോടാണ് ലിസ്റ്റ് തരാൻ പറഞ്ഞിട്ടുള്ളത്, കൗൺസിലർമാരല്ല. ഏറ്റവും അർഹരായ വിദ്യാർത്ഥികൾ. ഇക്കാര്യം നമുക്കിപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കൊരു സ്കൂളിൽ 50, ഒരു വാർഡ് 50 കൊടുക്കാനുള്ള നിർവാഹം ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ അധ്യാപകരോട് തന്നെ ആ സ്കൂളിൽ ഏറ്റവും ഡിസർവ് ചെയ്യുന്ന കുട്ടികളുടെ ലിസ്റ്റ് ശേഖരിച്ച് തരാനാണ് പറഞ്ഞിരിക്കുന്നത്. കൗൺസിലറോ കോർപ്പറേഷനോ അല്ല ലിസ്റ്റ് എടുക്കുന്നത്, വിദ്യാഭ്യാസ വകുപ്പ് വഴിയാണ് ലിസ്റ്റ് വാങ്ങുന്നത്. എന്നിട്ട് കൗൺസിലർമാർ ആ വാർഡിൽ പോയി കുട്ടികൾക്ക് നൽകും. ഓക്കെ, അതിൻ്റെ തുടക്കം ശനിയാഴ്ച വൈകുന്നേരം 3 മണിക്ക്, ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കോർപ്പറേഷനിൽ തന്നെ ഓപ്പൺ എയർ ഓഡിറ്റോറിയം അവിടെ വെച്ചിട്ട് ചെയ്യും. അതിൽ ബാഗ് ഉണ്ടാവും, ടിഫിൻ ബോക്സ് ഉണ്ടാവും, വാട്ടർ ബോട്ടിൽ ഉണ്ടാവും, കുട ഉണ്ടാവും, വലിയ കുട്ടികൾക്ക് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഉണ്ടാവും, പെൻസിൽ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിറ്റ് കാണാൻ പറ്റും. തൊട്ടപ്പുറത്തെ ഹാളിൽ പാക്ക് ചെയ്തുകൊണ്ടിരിക്കും. 2 ദിവസമായിട്ട് കൗൺസിലർമാർ തന്നെ മുഴുവൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോർപ്പറേഷൻ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന സഹായം, അത് കോർപ്പറേഷൻ്റെ പ്ലാൻ ഫണ്ടോ തനത് ഫണ്ടോ നമ്മൾ എടുക്കുന്നില്ല. കോർപ്പറേഷൻ്റെ ആക്ടിവിറ്റികൾക്കുള്ള പണം എടുക്കാതെ മറ്റുള്ള തരത്തിൽ ജനങ്ങൾ നൽകാമെന്ന് പറഞ്ഞ സഹായം എന്താണോ ആ സഹായമായിട്ടാണ് വാങ്ങുന്നത്, ക്യാഷായിട്ടല്ല. നമ്മുടെ അക്കൗണ്ടിലോട്ട് ഒരിടത്ത് വരുന്നില്ല. അങ്ങനെയാണ് മാനേജ് ചെയ്തിട്ടുള്ളത്.
ഇന്ന് രാവിലെ മുതൽ നല്ല മഴയാണ്. പക്ഷേ ഈ കാലടി അരുന്നൂർക്കടവ് ജംഗ്ഷൻ ഈ മഴയത്ത് ഈ കോൺക്രീറ്റ് കൊണ്ട് ടാറിങ് നടക്കും. പൊന്മരാം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ട് മഞ്ജുവിൻ്റെ വാർഡാണ്. ഈ മഴയത്തും അവിടെ ഈ പറയുന്ന കോൺക്രീറ്റ് നടക്കും. ഇക്കാര്യത്തിൽ എന്തെങ്കിലും നടപടി? ഞാനതിപ്പോഴാണ് ഈ സമയത്ത് നടക്കുന്നുവെന്ന് അറിഞ്ഞത്. ഒരു കാരണവശാലും മഴയത്ത് ടാറിങ്ങും കോൺക്രീറ്റും പാടില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചെയർപേഴ്സണോട് അന്വേഷിക്കുക. അക്കാര്യത്തിൽ എഞ്ചിനീയർ പറയുന്നത് ഇത് വെള്ളം, പക്ഷേ ആ നമ്മൾ കാണുന്നുണ്ട് മഴവെള്ളത്തിൽ ഈ ടാറാണോ കോൺക്രീറ്റാണ്? ടാറാണോ കോൺക്രീറ്റാണ്? കോൺക്രീറ്റാണ്. സിമെന്റ് കോൺക്രീറ്റ്. ആ മഴ നോക്കാം, അന്വേഷിക്കാം. നോക്കാം. ഇത് എനിക്കൊന്ന് ഇന്നലെ ചെയ്തതിൻ്റെ ബാക്കി അങ്ങനെ ചെയ്തപ്പോൾ മഴ വന്നാണോന്ന് അറിയില്ല. ഈ മഴവെള്ളം കെട്ടിക്കിടക്കുന്ന ആ വിഷയം തന്നെ നോക്കാം, ഞാൻ നോക്കാം. അന്വേഷിക്കാം. ഇപ്പോഴാണ് ശ്രദ്ധപ്പെട്ടത്. ഇന്നലത്തെ സംഘർഷത്തില് പ്രതികളായതിലും പോലീസ് അന്വേഷിക്കുന്നതിലൊക്കെ മുൻ കൗൺസിലർമാർ ഉൾപ്പെടെയുണ്ട്. അതാണോ ഈ കുപ്രസിദ്ധ കുറ്റങ്ങൾ എന്ന് താങ്കൾ ആരെയാണ് ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞതിൽ തന്നെ എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ട്. അങ്ങേക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയത് യാദൃച്ഛികം. ജീവിച്ചിരിക്കുന്നവരുമായിട്ടും അല്ലാത്തവരുമായിട്ടും ഒരു ബന്ധമില്ല. സ്വാഭാവിക സംശയം. തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നവർക്ക് അറിയാമല്ലോ അതൊക്കെ. ഞാൻ പറഞ്ഞത് എനിക്ക് പറയേണ്ട കാര്യങ്ങൾ തന്നെ പറഞ്ഞു. ബാക്കി പോലീസ് എന്താണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും തിരുവനന്തപുരത്തിന് അപമാനമാണ്. സ്റ്റേറ്റ് ക്യാപിറ്റൽ വന്നിട്ട് ഒരു കേന്ദ്ര ഏജൻസിക്ക് ഒരു കേസ് അന്വേഷിച്ചിട്ട് തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. സ്വാഭാവികമായിട്ട് ഇത്ര വലിയ തോതിലുള്ള ഒരു റെയ്ഡൊക്കെ ഇത് നടത്തുമ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെങ്കിലും അറിയിക്കണം. സുരക്ഷ ഒരുക്കാനുള്ള ബാധ്യത അവർക്കുണ്ട്. എന്താണ് ഇടുക്കി കേരള പോലീസിന്റെ വിശ്വാസം? എനിക്കത് അല്ല, അങ്ങനെ ഒരു സിസ്റ്റത്തെ വിശ്വസിക്കാതെ ഒരു ഏജൻസിക്ക് പോകാൻ സാധിക്കില്ലല്ലോ. അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ഒരു തരത്തിലും കേരള പോലീസുമായി കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നില്ല. അതെന്തുകൊണ്ടാണ്? അല്ല, അങ്ങനെ വാർത്തകൾ കണ്ടിരുന്നു. അവർക്കൊരു സിസ്റ്റം ഉണ്ടല്ലോ. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ അറസ്റ്റ് നടന്നു. അപ്പോൾ അതിന് NIA വന്നത് NIAയുടെ ഒരു സിസ്റ്റം പാലിച്ചാണ്. അതിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായതായിട്ട് ആരും പറഞ്ഞില്ല. ഇതിനേക്കാൾ വലിയൊരു അറസ്റ്റ് ഇത് 2 വീടുകളിൽ റെയ്ഡല്ലേ നടന്നുള്ളൂ. അത് കേരളം മുഴുവനും നടന്നിട്ട് നമ്മുടെ രാജ്യത്തെ തന്നെ അപായപ്പെടുത്താൻ വേണ്ടി കൃത്യമായ പ്ലാനിങ്ങോടുകൂടി 2047 ആകുമ്പോഴേക്കും മറ്റൊരു പരമാധികാര രാഷ്ട്രമാക്കി മാറ്റുവാനുള്ള പ്ലാനിങ്ങോട് കൂടി പോയൊരു ഫോഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളെയാണല്ലോ പോപ്പുലർ ഫ്രണ്ടിൻ്റെ റെയ്ഡ് സമയത്ത് പിടിച്ചത്. അവലും മല്ലൂരിൻ്റെയൊക്കെ ശേഷം അന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായതായിട്ട് ആരും പറഞ്ഞില്ല. അന്ന് ഏറ്റവും തീവ്രമായ സ്ഥലങ്ങളിൽ നിന്നാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അങ്ങനെ ഉണ്ടാവാറില്ല സാധാരണ. കാരണം അങ്ങനെ ഒരു സിസ്റ്റത്തിൽ പോകാൻ പറ്റില്ലല്ലോ. ഒരു തരത്തിലൊരു മുന്നറിയിപ്പ് പോലീസിന് കൊടുത്തിരുന്നില്ല. പോലീസിന് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി സുഗമമായി അവർക്ക് സുരക്ഷ ഒരുക്കാൻ പറ്റുമെന്നാണ് ആഭ്യന്തരമന്ത്രി പറയുന്നത്. എന്താണ് ഒരു ഒപ്പോസിഷൻ ലീഡറിനെ പോലെ ഒരാളുടെ വീട്ടിലേക്ക് പോലീസിന് കയറുമ്പോൾ സ്റ്റേറ്റിനെ അറിയിക്കുന്നത്? അല്ല, എനിക്ക് അക്കാര്യം കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടന്നു എന്നുള്ളത് വാർത്തകളിലൂടെ വന്ന അറിവ് മാത്രമേ ഉള്ളൂ. പിന്നെ രാവിലെ ഇത് സംഘർഷം നടന്ന വൈകുന്നേരം 4 മണിക്കില്ലേ ആണല്ലോ. എത്ര മണിക്കാണ് തുടങ്ങിയത്? 6 മണിക്ക്. രാവിലെ 6 മണിക്കും വൈകുന്നേരം 4 മണിക്കും ഇടയ്ക്കുള്ള സമയം ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നില്ലെന്നാണോ? ഞാൻ പറഞ്ഞത് സംഘർഷം നടന്ന് 4 മണിക്കല്ലേ. ഞാൻ ആ പോയിന്റ് മാത്രമേ പറഞ്ഞുള്ളൂ. സംഘർഷം ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തിയിട്ട് വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോഴേക്കും അവരെ ശാരീരികമായി ആക്രമിച്ചതിലെ കൃത്യമായ പ്രതികളെ പോലീസ് അന്വേഷണം നടത്തി അറസ്റ്റ് ചെയ്യണം. അതാണ് ഈ ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ്. പക്ഷേ ഇപ്പോൾ നിയമസഭാ കക്ഷി നേതാവായിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനിച്ചത്? അദ്ദേഹം അതിനകത്തോടെ MLA ആയതുകൊണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരൊരു സീനിയോറിറ്റി ഒക്കെ നോക്കുമ്പോഴും കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അവർക്ക് ആരെങ്കിലും ആവില്ല. ഈ കോർപ്പറേഷനിലെ കൗൺസിലർമാരിൽ ഏറ്റവും സീനിയർ ഞാനല്ലല്ലോ. ഈ കോർപ്പറേഷനിലെ കൗൺസിലർ ഏറ്റവും സീനിയർ ഞാനല്ല. ഞാൻ അധ്യക്ഷൻ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ കോൺഗ്രസിനെ ലീഡ് ചെയ്തത് VD സതീശൻ, LDFനെ ലീഡ് ചെയ്തത് പിണറായി വിജയൻ, സ്വാഭാവികമായിട്ട് BJPയെ ലീഡ് ചെയ്തത് രാജീവ് ചന്ദ്രശേഖരനാണ്. അപ്പോൾ നിയമസഭാ കക്ഷി നേതാവായിട്ട് ഒന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ വരണം, അല്ലെങ്കിൽ മുരളീധരൻ വരട്ടെ. ഇത് എന്നാര് പറഞ്ഞു? സ്വാഭാവികമായിട്ടല്ലേ. അല്ല, രാജീവ് ചന്ദ്രശേഖരനാണല്ലോ കേരളത്തിൽ ഞങ്ങളെ ലീഡ് ചെയ്യുന്നത്.
ഇപ്പോഴും നിയമസഭയിലോ ഗോകുമാർ സാറിന് ഉൾപ്പെടെ ലീഡ് ചെയ്യുന്നത് രാജീവ് ചന്ദ്രശേഖരനാണല്ലോ കേരളത്തിൽ. നിയമസഭയിൽ അത് തിരിച്ചറിയും. ഗോകുമാർ സാറിന് രാജീവ് ചന്ദ്രശേഖരനാണ് പ്രഖ്യാപിച്ചത്. ഗോകുമാർ സാറിന് പ്രഖ്യാപിച്ചത് ആരാണ്? അപ്പോൾ പിന്നെ അദ്ദേഹം അല്ലേ നയിക്കുന്നത്. ഒരു തർക്കം ഇല്ലേ എന്നുള്ളതാണ്. നിങ്ങൾക്ക് കേൾക്കൊണ്ടാ? ഞങ്ങൾക്ക് കേൾക്കില്ല. BJP അങ്ങനെ ഒരു തർക്കമില്ല. ഈ ഞങ്ങൾ പറയുന്ന രണ്ട് നേതാക്കൾ വരുമ്പോൾ ഒരാളിനെ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർജി സീനിയോറിറ്റി ഒരു പ്രശ്നമാണ്. ആണോ? രാഷ്ട്രീയപരമായിട്ട് ഈ ഞാൻ പദ്ധതികളുണ്ട്. 3 MLA ആവുന്ന ആദ്യമല്ലേ? 3 MLA ആവുന്ന ആദ്യമുണ്ട്. സീനിയോറിറ്റി പ്രശ്നമാണെങ്കിൽ എനിക്ക് മേയറാവാൻ പറ്റുമോ? എന്നെക്കാൾ 4 ഞാൻ 2ാമത്തെ തവണ ജയിക്കുന്നതാണ്. എന്നെക്കാൾ 5 6 തവണ ജയിച്ചവരുണ്ട് ഇവിടെ. അപ്പോൾ അതിൽ തർക്കം അല്ല, ഉണ്ടായില്ല എന്നാണ്. BJPയുടെ പല സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ഉള്ളൊരു സഭയിൽ ഏറ്റവും സീനിയർ ആളാണോ? ഞാൻ പേര് പറയുന്നില്ല, അങ്ങ് ആലോചിച്ച് നോക്കൂ. സഭയിലെ ഏറ്റവും സീനിയർ ആളാണോ മുഖ്യമന്ത്രി? BJPയുടെ ഇപ്പോഴത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഈ പാർട്ടിയിലുള്ള ഏറ്റവും സീനിയർ ആളാണോ? ഇപ്പോഴത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഞാനും ഒരുമിച്ച് യുവമോർച്ച പ്രവർത്തിച്ചിട്ടുള്ളതാണ് BJP. ഞാൻ തർക്കമുണ്ടായിട്ട് കേന്ദ്രം ഇടപെട്ടതാണ് മറ്റുള്ളത്. നിങ്ങൾ വാർത്ത കൊടുത്തു, ഏഷ്യാനെറ്റ് അങ്ങനെ വാർത്ത കൊടുത്തിരുന്നു. അത് മാത്രമേ ഞാൻ കണ്ടു. ഒരു തർക്കവും നിങ്ങളുടെ ഉണ്ടായിട്ടില്ലേ? ഞാനതില്ല കോർ കമ്മിറ്റിയിൽ. BJP കോർ കമ്മിറ്റിയിലില്ല. ഞാൻ കോർ കമ്മിറ്റി വന്ന് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഞാൻ അതിൻ്റെ തൊട്ട് താഴത്തെ ഘടകത്തിലേ ഉള്ളൂ. ഇതിന് അഭിപ്രായം പറയാം. കോർ കമ്മിറ്റിയില്ല. അല്ല, UDF-നെ സംബന്ധിച്ചിട്ടും LDF-നെ സംബന്ധിച്ചും മേയർ പറയുന്നത് മേയർ അതിൽ അംഗമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് മേയർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഒരു നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ട് മേയറിന് പറയും. UDF-നെ സംബന്ധിച്ച് LDF-നെ സംബന്ധിച്ച് അങ്ങ് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ മറുപടി പറഞ്ഞത്. ചോദിക്കാൻ ഞാൻ പറഞ്ഞില്ല. മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് മേയർ പറഞ്ഞിട്ടുണ്ട്. ഏത്? VD സതീശനും KC വേണുഗോപാൽ രമേശ് ചെന്നിത്തലയൊക്കെ നിന്ന സമയത്തും അഭിപ്രായം പറഞ്ഞു. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എവിടെയെങ്കിലും കാണിച്ചു തരാമോ? മേയർ അഭിപ്രായം പറഞ്ഞു. ഇല്ല. നിങ്ങൾ കാണിച്ചു തരൂ. മുഖ്യമന്ത്രി ആരാണെന്നുള്ള ഞാൻ ഓരോ അഭിപ്രായം പറഞ്ഞു. ഞാൻ എൻ്റെ മേയർ ജോലി നോക്കി പോവുകയാണ്. ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ കാണിച്ചു തരൂ. ഞാൻ ഇത്രയും പ്രസംഗിക്കുകയും പത്രസമ്മേളനം നടത്തുന്ന ഞാൻ ഇത്രയും കോൺഫിഡൻസോടുകൂടി അതിൽ ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കാണിച്ചാൽ ഇപ്പം ഇവരെ മുമ്പ് വെച്ചിട്ട് മൊബൈലുണ്ടെങ്കിൽ കാണിച്ചു തരും. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? BJPയുടെ വളരെ ട്രാൻസ്പെറൻ്റായിട്ട് വളരെ ദീർഘവീക്ഷണത്തോടെ കൃത്യമായിട്ട് ചർച്ചകൾ നടത്തിയാണ് പാർലമെൻ്ററി പാർട്ടി ലീഡറിനെയും മുഖ്യമന്ത്രിയൊക്കെ തീരുമാനിക്കുന്നത്. അതിൽ ഒരു കാര്യത്തിലും യാതൊരു തരത്തിലുള്ള ആശങ്കയുടെ ആവശ്യമില്ല. ഒരു കാര്യം ചെയ്യുന്നുവെങ്കിൽ BJP നേതൃത്വം ചെയ്യുന്നുവെങ്കിൽ അതിലെന്തെങ്കിലും കാരണമുണ്ടാവും. ചെയ്യാതിരിക്കുന്നുവെങ്കിലും അതെന്തെങ്കിലും കാരണമുണ്ടാവും. ഏത് കാര്യം? അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു കാര്യം ജനറലൈസ് ചെയ്താണ് പറഞ്ഞത്. ഒരു കാര്യം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടൊരു കാരണം ഉണ്ടാവും. ഇപ്പം ദേശീയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി കുറച്ച് ദിവസം മുന്നോട്ട് പോയപ്പോഴേക്കും അഖിലേഷ് യാദവ് എന്താണ് പാർലമെൻറ്റിൽ ചോദിച്ചത്? ഇത്രയും ദിവസം നീളുന്നില്ലെന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട അമിത്ഷാജി അതിന് കൃത്യമായിട്ട് മറുപടിയും പറഞ്ഞു. അപ്പോൾ അഖിലേന്ത്യാ പ്രസിഡന്റ് വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഏറ്റവും നല്ല തീരുമാനമായിരുന്നല്ലോ. എത്ര ദീർഘവീക്ഷണത്തോടെയാണ് ഒരു അഖിലേന്ത്യാ അധ്യക്ഷനെ തീരുമാനിച്ചിട്ടുള്ളത്. 45 വയസ്സുള്ള ഒരാളിനെ രാജ്യം ഭരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ട് നരേന്ദ്രമോദി എന്താ പറഞ്ഞത്? നിതിൻ നബീൻജി എൻ്റെ ലീഡറാണ്. ഇത്രയും ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമുള്ളൊരു പാർട്ടി തന്നെയാണ്. BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ നിയമസഭയിൽ വെറും MLA ആയിരിക്കാനാണ്. വെറും MLA അല്ല, ആകെ 3 MLA-മാരാണുള്ള ചരിത്രം. 3 പേര് ഞങ്ങൾ പറഞ്ഞല്ലോ, യഥാർത്ഥ പ്രതിപക്ഷം അവരാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു നേതാവ് വെറും അവിടെ ഒരു MLA ആയിട്ട് മാത്രമേ ഇപ്പം തൽക്കാലം ഇപ്പോൾ MLA ആയിരിക്കും ചെയ്യാൻ നിർവാഹമുള്ളൂ. ഭരണം കിട്ടുമ്പോഴേക്കും അടുത്ത ഘട്ടം ആലോചിക്കും. ഭരണം കിട്ടുന്ന ഘട്ടം. ഇപ്പോൾ ഒരു MLA ആയിട്ട് 5 വർഷം നന്നായിട്ട് പെർഫോം ചെയ്യും. അതോടൊപ്പം പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ളവർക്ക് സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ളവർക്ക് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളുടെ തയ്യാറെടുപ്പുകൾ നടത്തും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് സ്വർണം നഷ്ടപ്പെട്ടതായി ബന്ധപ്പെട്ട് പോലീസ് റിപ്പോർട്ടുണ്ട്. അതിൽ പറയുന്നത് ക്ഷേത്രവുമായി അടുത്തിടപെടുന്ന കൊട്ടാരവുമൊക്കെ അടുത്തിടപെടുന്നവർ തന്നെയാണ് ആ സ്വർണം പോയതിന് പിന്നിലെന്നാണ് പറയുന്നത്. എന്നാണ് കോർപ്പറേഷൻ്റെ നിലപാടല്ല. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാൻ ഇന്ന് രാവിലെ വാർത്ത കണ്ട് അത് വായിച്ച ഡീറ്റെയിൽ ഒക്കെ നോക്കിയിട്ട് പറയാം. കോർപ്പറേഷൻ അതിൽ നിലപാടെടുക്കാനായിട്ട് തീർച്ചയായിട്ടും നന്നായിട്ട് പോകണം. ഞാൻ ഇന്ന് രാവിലെയും പോയി തൊഴുതിരുന്നു. എല്ലാ വ്യാഴാഴ്ചയും തിരുവനന്തപുരത്തുണ്ടെങ്കിൽ പോകാറുണ്ട്. അതിൽ കോർപ്പറേഷൻ്റെ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് ഞാൻ ആ വാർത്ത വായിച്ചു. അത് കുറച്ചുകൂടെ അന്വേഷിച്ച് അടുത്ത പത്രസമ്മേളനത്തിൽ പറയാം. ഒരുപാട് പാർക്കിംഗ് കോർപ്പറേഷൻ പക്ഷേ അനധികൃതമായിട്ട് പൈസ ഇപ്പം എനിക്കറിയില്ല. അതിപ്പോൾ റെയിൽവേ ഭാഗത്തുള്ള 4 മണിക്കൂറൊക്കെ വരുമ്പോൾ അവിടെ 240 രൂപ ഒരു ബൈക്കിന് പോലും ഈടാക്കുന്നുണ്ട്. കോർപ്പറേഷൻ്റെ
പരിധിയും കൂടെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കാര്യത്തിൽ ഒരു ഇടപെടും. ഇടപെടും. അല്ലല്ല, ഇക്കാര്യത്തിൽ അങ്ങ് സൂചിപ്പിച്ച വളരെ കൃത്യമാണ്. നിങ്ങൾ കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ എമൗണ്ടൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് പല പരാതികളും വന്നിട്ടുണ്ട്. ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അന്വേഷിച്ച് നടപടിയെടുക്കും. ഞങ്ങൾ നടപടിയെടുക്കുമെന്ന് പറഞ്ഞാൽ എടുത്തിരിക്കും. അത് നിങ്ങൾക്കറിയാമല്ലോ. അത് ഓരോന്നായിട്ട് കോർപ്പറേഷൻ്റെ വകകൾ, കോടിക്കണക്കിന് രൂപയുടെ കോർപ്പറേഷൻ്റെ വകകൾ പലരും ഇതുപോലെ തന്നെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ചിലർ കോർപ്പറേഷൻ്റെ സ്വത്ത് തറവാട്ട് സ്വത്താക്കി മാറ്റിയിട്ടുണ്ട്. ചിലർ കോർപ്പറേഷൻ്റെ പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഇങ്ങനെ അനധികൃതമായി പണം ഉണ്ടാക്കാനുള്ള മാർഗമാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെ ഞങ്ങൾ ഇടപെടും. ഇതിലൊക്കെ തന്നെ പൂട്ടുവീഴും 1 by 1 ആയിട്ട്. പക്ഷേ ഞങ്ങളൊരു പ്രശ്നമുള്ളത്, ഒരു കാര്യം ചെയ്യുമ്പോഴേക്കും, ഒരു ഭരണസമിതി ചെയ്യുമ്പോഴേക്കും നിയമപരമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ കൂടി നടത്തിയിട്ടേ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് ഓരോരോ കോടതികളിലും കേസായിട്ട് കെട്ടിക്കിടക്കുകയും ഇവർ ഇതൊക്കെ കൂടുതൽ കാലം വച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ നിയമവശങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷം ഞങ്ങൾ നടപടിയെടുക്കും. ഇതൊക്കെ അവസാനിപ്പിക്കും. കാരണം ഒരു വലിയ പൈസയാണ്, സാധാരണക്കാരന് പോലും അവിടെ താങ്ങാൻ പറ്റാത്ത. അല്ല, അങ്ങ് പറയുന്നതിൽ ഒരുപാട് ശരിയുണ്ട്. അത് പക്ഷേ ഒരു കുറേ കാലമായിട്ട് വന്ന ഒരു കീഴ്വഴക്കം. ഞങ്ങൾ ആ കീഴ്വഴക്കങ്ങളൊക്കെ ഓരോന്നായിട്ട് അവസാനിപ്പിച്ച് വരികയാണ്. ഒരു ആശങ്ക വേണ്ട, പരിഹരിക്കും. അത്യാവശ്യമില്ലായെന്ന് തോന്നുന്നു. അത്യാവശ്യമൊക്കെ ആയിട്ട് ശരി. ബാക്കി അടുത്ത ദിവസം കാണാം. അപ്പം മേയർ കെയർ ഒന്ന് ശ്രദ്ധിക്കുക. സാധാരണ ആൾക്കാർക്ക് ഗുണം ചെയ്യും. കിട്ടിക്കാണുമല്ലോ വിഷ്വലിലൊക്കെ. അകത്ത് അവർ പാക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒന്ന് കണ്ടിട്ട് പോകാൻ വേണം. എടുത്തായിരുന്നു. താങ്ക് യു.